ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, വേണ്ടതായിട്ടുള്ള നമ്മുടെ ചെറ്റിപ്പൂവ് പൂത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഏട്ടന് പോകാനുള്ള സമയമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കണ്ടോ, പൂക്കളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണിത്. കണ്ടോ, ഇത് അടിപൊളിയാണ്. നേരിട്ട് കാണാനായിട്ട് ഒന്നുകൂടെ രസമാണ്. അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ പൂക്കളുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങോട്ടാണ് കൊമ്പുകൾ ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ മാത്രമായിട്ട് പൂവുകളായത്. ഇതൊക്കെയാണ് നമ്മുടെ വലിയ സന്തോഷം. നമ്മുടെ വീട്ടിലിങ്ങനെ ഇത്രയധികം പൂക്കൾ. ഞങ്ങളിത് കറിയൊന്നും വെക്കാറില്ല കേട്ടോ. എല്ലാ വർഷവും പൂത്തു, ഈ വർഷവും പൂത്തു. പിന്നെ ഇതാ നമ്മുടെ തുമ്പികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കുറേശ്ശെ പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തീരെ വയ്യായികകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബെറ്ററായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം അടുക്കള പണികളെല്ലാം കഴിഞ്ഞു. അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാപ്പിയായി. ഇപ്പോൾ ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം നിങ്ങൾക്ക്. ഇന്നലെ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ടൊന്നൊക്കെ ഒന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി സുഖമായിട്ട്. അല്ലെങ്കിൽ രാവിലെ ഒന്ന് നടക്കാറുണ്ട് ഞാൻ. രാവിലെ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കും. പിന്നെ എന്തെങ്കിലും കറികളുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു 7:30 വരെ ഞാൻ നടക്കാറുണ്ട്. 7:30-ക്ക് ശേഷമാണ് കുക്ക് ചെയ്യാറുള്ളത്. അവിടെ ആരോ പുകയിടുന്നുണ്ടല്ലോ, ഏതോ വീട്ടിലിങ്ങനെ പുകയിടുന്നുണ്ട്. ഈ പുക വരുന്നത് നമുക്ക് രസമാണ്. വീട്ടിൽ പുകയിടുന്നുണ്ട്. ഓക്കെ, തരവിടാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ അവിടെ ഒരു CBI ഓഫീസറായിരുന്നൊരു അദ്ദേഹം താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. ഞങ്ങളുടെ നൈബറാണ്. അപ്പോൾ ആളുടെ വീട്ടിലാണ് നമ്മൾ. അവർ നന്നായിട്ട് വീടൊക്കെ എപ്പോഴും അടിച്ചു വാരി കത്തിക്കും ഒക്കെ ചെയ്യും. നമ്മളും ചെയ്യൂട്ട. അങ്ങനെ ചേട്ടന് പോകാറായി. അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വന്ന് നിന്നിങ്ങനെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശബ്ദം കേൾക്കും. ഓക്കെ. മോട്ടർ ഓഫ് ചെയ്തിട്ട് വരാം. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴും. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് സെക്കൻഡ് ഷോ ഞങ്ങൾ കാണാൻ പോയി. നമ്മളുടെ സിനിമ പുതിയതിറങ്ങിയില്ലേ, ജിത്തു ജോസഫിൻ്റെ വലതുവശത്തെ കള്ളൻ. അടിപൊളി പടമാണ് കേട്ടോ. കുറച്ച് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ഹാങ് ആയിട്ടിങ്ങനെ അതേപോലെയോ. കാരണം അത് മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കാത്ത, ലാഗ് ചെയ്യാത്ത, നെക്സ്റ്റ് നമുക്ക് ഇൻ്റർവെല്ലിന് പോലും മനസ്സിലാവില്ല. നെക്സ്റ്റ് ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ഒരു പ്രത്യേക തരം പാടും നമുക്ക്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, ഇനി എന്തായിരിക്കും, ഇന്നതായിരിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. പക്ഷേ ഇത് നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. വലതുവശത്തേക്കാണ് ബിജു മേനോൻ, അസാധ്യ പെർഫോമൻസ്. അതുപോലെ ജോജോ, ലെന, എല്ലാവരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന ആളായിരിക്കും നമുക്ക് അങ്ങനെ പിടിക്കാൻ പോവായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ അവസാനം വരെ നമുക്ക് മനസ്സിലായി കള്ളൻ വേറെ ആളാണ്, അല്ലെങ്കിൽ യഥാർത്ഥ വില്ലൻ വേറൊരാളാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീലിങ്സാണ് നമുക്ക് ആ സിനിമയുടെ വിജയം.
പിന്നെ ഒരു ഹാങ്ങായിട്ട് ആ ബിജു മേനോൻ്റെ പെർഫോമൻസിൽ നമ്മൾ പിന്നെ ബിജു മേനോനാണ് ആ സിനിമ അങ്ങ് കൊണ്ടുപോകണത്. അതായത് കഥ ജോജു ജോർജ് കഥ പറഞ്ഞ് ഇങ്ങനെ ഇന്നതാണെന്ന് ജോജു ജോർജിൻ്റെ മനസ്സ് ബിജു മേനോൻ്റെ മനസ്സിനോടൊത്ത് യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സിനിമ. അടിപൊളി പടം കേട്ടോ, എല്ലാവരും പോയി കാണണം കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി നമുക്കൊക്കെ ഇഷ്ടമാവുക. അങ്ങനെയൊക്കെ അധികം രക്തച്ചൊരിച്ചിലുകളില്ല, അധികം ഇടിയോ അടിയിടിയോ അതൊന്നുമല്ല. ശരിക്കും ഒരു സൈക്കോൻ്റെ പടമാണത്. നല്ല രസമായിരുന്നു കാണാൻ. ഭയങ്കര ഹാങ്ങായി മൊബൈലൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്ന് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കൈയൊക്കെ കഴയ്ക്കും. ഏകദേശം സ്ട്രെങ്ത്ത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അത്ര അധികം മോഷൻ ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ സ്ട്രെങ്ത്തൊക്കെ ഇത്തിരി കുറവായിട്ട് നിൽക്കാം. അതൊക്കെ ശരിയാവും, എങ്കിലും അതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ച് കൊണ്ട് നടക്കുമ്പോഴേക്കും കൈയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ കഴയ്ക്കും എനിക്ക് ഉണ്ട്. അപ്പോൾ ആ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അതെടുത്ത് എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ തന്നെ നിൽക്കും. ഇവിടെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. സാമ്പാർ വെച്ചു, പിന്നെ വഴുതിരിങ്ങ ഉപ്പേരി വെച്ചു, ചോറ് വെച്ചു, അങ്ങനെ ദോശ ഉണ്ടാക്കി ഏട്ടനും കൊടുത്ത്. അങ്ങനെ കാരണം സാമ്പാർ വെച്ചാൽ പിന്നെ രണ്ടുണ്ടല്ലോ ഗുണം. കാലത്തും വൈകിട്ടൊക്കെ ഓടും വണ്ടി, വൈകിട്ട് വരെ ഓടും. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വണ്ടി ഓടും. ആ കാരണം 2 അല്ല 3 ഗുണം. അപ്പോൾ അങ്ങനെ ആ ഗുണങ്ങളിലൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും. നമ്മൾ രസമായിട്ട് തന്നെ പണികളൊക്കെ കഴിയും. സാമ്പാർ പക്ഷേ നല്ല രീതിയിൽ വെക്കണം കേട്ടോ. സാമ്പാർ നമുക്ക് എന്താ പറയുക, കട്ടിയിലും വെക്കാം, അല്ലെങ്കിൽ തക്കാളി മാത്രം ഇട്ടിട്ട്, നമ്മൾ സവാളയും തക്കാളിയും മാത്രം ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറും ഉണ്ടാക്കാം. പോരായോ ഏട്ടന്? പിന്നെ പോരായി. ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഗേറ്റ് തുറക്കട്ടെ കേട്ടോ, ഞാൻ ഗേറ്റൊക്കെ തുറക്കാൻ മറന്നുപോയി. നിങ്ങൾ വിചാരിക്കും ചേട്ടൻ ഡ്രസ്സ് മാറി വന്നതിന് ശേഷമാണല്ലോ ഇത് തുടയ്ക്കുന്നത്, തുടച്ചിട്ടോടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ചേട്ടൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അത് ക്ലീൻ ചെയ്ത് തരും. പക്ഷേ അവിടെ പുറത്താണ് വണ്ടി ഇടുക, അപ്പോൾ നല്ല പോലെ പൊടി കയറും. അപ്പോൾ അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാറ്. നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ മാത്രം കാർ കഴുകുള്ളൂ. വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ തുടയ്ക്കണതാണ് കേട്ടോ, അല്ലാണ്ട് ടാ ആണ് കേട്ടോ. വഴുതിനിങ്ങ ഉപ്പേരി, ഇത് സാമ്പാർ, അതിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറും പിന്നെ ഒരു ദോശ 2 ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് വെയിലും നല്ല ചൂടും, വെയിലല്ല സോറി ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത്തിരി കാറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, സമാധാനം. അപ്പോൾ അങ്ങനെ ആവട്ടെ കേട്ടോ. അജിൻ്റെ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.